ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് വേർഡ്സിൻ്റെ ഇംഗ്ലീഷ് വാക്കുകളാണ്. മോഷ്ടിക്കുക, മോഷ്ടിച്ചു, മോഷ്ടിക്കും. പിടിക്കുക, പിടിച്ചു, പിടിക്കും. വിശ്വസിക്കുക, വിശ്വസിച്ചു, വിശ്വസിക്കും. ഈ വാക്കുകളൊക്കെ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുന്നത് നമുക്ക് നോക്കാം. സോ മോഷ്ടിക്കുക എന്നുള്ളതിന് നമുക്ക് സ്റ്റീൽ എന്ന് പറയാം. STAL, സ്റ്റീൽ എന്ന് വെച്ചാൽ മോഷ്ടിക്കുക. ഇനി മോഷ്ടിച്ചു എന്ന് പറയാനായിട്ട് നമുക്ക് സ്റ്റോൾ എന്ന് പറയാം. STOLE, സ്റ്റോൾ എന്ന് വെച്ചാൽ മോഷ്ടിച്ചു. ഇനി മോഷ്ടിക്കും എന്ന് പറയാനായിട്ട് നമുക്ക് വിൽ സ്റ്റീൽ എന്ന് പറയാം. വിൽ സ്റ്റീൽ, മോഷ്ടിക്കും. ഓക്കെ, ഇപ്പൊ ഞാൻ മോഷ്ടിച്ചു എന്നാണെങ്കിൽ മോഷ്ടിക്കാറുണ്ട് എന്നാണെങ്കിൽ ഐ സ്റ്റീ. ഞാൻ മോഷ്ടിച്ചു എന്നാണെങ്കിൽ ഐ സ്റ്റോൾ. മോഷ്ടിക്കും എന്നാണെങ്കിൽ ഐ വിൽ സ്റ്റീൽ. ഓക്കെ, ഇനി പിടിക്കുക എന്നുള്ളതിന് നമ്മൾ ക്യാച്ച് എന്ന് പറയും. ക്യാച്ച്, CATCH, ക്യാച്ച്. ഇനി പിടിച്ചു എന്നാണെങ്കിൽ നമ്മൾ എങ്ങനെ പറയും? പിടിച്ചു എന്നാണെങ്കിൽ നമ്മൾ കോട്ട് എന്ന് പറയും. കോട്ട്, CAUGHT, കോട്ട്. കോട്ട് എന്ന് വെച്ചാൽ പിടിച്ചു. പിടിക്കും എന്നാണെങ്കിലോ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യും അല്ലെങ്കിൽ സംഭവിക്കും എന്നാണെങ്കിൽ നമ്മൾ അവിടെ വില്ലാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ വിൽ ക്യാച്ച്, പിടിക്കും, വിൽ ക്യാച്ച്. പിടിക്കുക ക്യാച്ച്, പിടിച്ചു കോട്ട്, പിടിക്കും വിൽ ക്യാച്ച്. വിശ്വസിക്കുക എന്നങ്ങനെ പറയും നമ്മൾ. വിശ്വസിക്കുക, എന്നെ വിശ്വസിക്കുക എന്നൊക്കെ എങ്ങനെ പറയും? ബിലീവ് എന്ന് പറയും. ബിലീവ്, BELIEVE, ബിലീവ്, ബിലീവ്. ഇനി വിശ്വസിച്ചു എന്നാണെങ്കിലോ നമ്മൾ ഒരു ഡിയും കൂടി ഇട്ട് കൊടുത്താൽ മതി. BELIEVED, ബിലീവ്ഡ് എന്ന് വെച്ചാൽ എന്താ? വിശ്വസിച്ചു. എന്നെ വിശ്വസിക്കുക എന്നെങ്ങനെ പറയും? ബിലീവ് മീ എന്ന് പറയും. വിശ്വസിച്ചു എന്നെങ്ങനെ പറയും? ബിലീവ്ഡ് എന്ന് പറയും. ഇനി വിശ്വസിക്കും എന്നെങ്ങനെ പറയും? വിൽ ബിലീവ് എന്ന് പറയും. വിൽ ബിലീവ്. ഞാൻ വിശ്വസിക്കും, ഐ വിൽ ബിലീവ്. അപ്പോൾ മോഷ്ടിക്കുക സ്റ്റീൽ, മോഷ്ടിച്ചു എന്നാണെങ്കിലോ സ്റ്റോൾ. മോഷ്ടിക്കും എന്ന് പറയാൻ വിൽ സ്റ്റീൽ. ഇനി പിടിക്കുക എന്നാണെങ്കിലോ ക്യാച്ച്. പിടിച്ചു എന്നാണെങ്കിൽ കോട്ട്. പിടിക്കും എന്നുള്ളതിന് വിൽ ക്യാച്ച്. വിശ്വസിക്കുക എന്ന് പറയുന്നതിന് നമ്മൾ ബിലീവ് എന്ന് പറയും. വിശ്വസിച്ചു എന്ന് പറയാനായിട്ട് ബിലീവ്ഡ് എന്ന് പറയും. വിശ്വസിക്കും എന്ന് പറയാനായിട്ട് വിൽ ബിലീവ് എന്ന് പറയും. അപ്പം ഈ ക്ലാസ്സിൽ പഠിപ്പിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, അതായത് ഇതുപോലത്തെ വാക്കുകളെ പറ്റിയിട്ട് അതിൻ്റെ ഇംഗ്ലീഷ് അറിയാനോ അങ്ങനത്തെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോമെൻറ്റ് ചെയ്യാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയായിട്ട് ഷെയർ ചെയ്യുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളെ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യുക. അപ്പോൾ മറ്റൊരു കോണ്ടന്റുമായിട്ട് കാണുന്നത് വരെ, ദിസ് ഇസ് രേവതി കൃഷ്ണൻ സൈനിങ് ഓഫ് ഫ്രം ഇംഗ്ലീഷ് മിത്ര. താങ്ക് യു. English Mitra. Stop worrying, start learning.